ഈ 2 ഐറ്റം നിങ്ങളുടെ കയ്യിലുണ്ടോ? എങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കൂ. ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരുപാട് ഷോർട്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനും കരുതി ഈ 2 ഐറ്റം എൻ്റെയും കയ്യിലുണ്ട്. അതായത് നമ്മുടെ ബ്രെഡും പാലും. നമ്മുടെ മിൽക്ക് ബ്രെഡാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴും ഷോർട്സ് എടുത്ത് നോക്കിയാൽ കണ്ട് വായിൽ കൊതിയൂറുന്നൊരു ഐറ്റമായിരുന്നു. അപ്പം ഞാനും കരുതി ഇത്ര സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാമെങ്കിൽ ബ്രെഡും എൻ്റെ കയ്യിലുണ്ട്, പാലും എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. ഞാൻ ആരും ഇല്ല, എല്ലാവരും ടി വിയിൽ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഒരു സർപ്രൈസായിട്ട് ഇതങ്ങ് ഉണ്ടാക്കാം, അപ്പോൾ കറക്റ്റായിട്ടുള്ള റിവ്യൂ അറിയാമല്ലോ എന്നോർത്ത്. എനിക്കും ഇത് കാണുമ്പോഴത്തേക്ക് എപ്പോഴും കൊതി വരും. അപ്പോൾ പിന്നെ ഇതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് അറിയണമെന്നൊരാഗ്രഹം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നതാണ് മിൽക്ക് ബ്രെഡ്. അപ്പം നമുക്കും ഇതിൻ്റെ ഉണ്ടാക്കുന്ന ഇത് നമ്മൾ കഴിച്ചിട്ട് നമുക്ക് എന്താണ് നമ്മളുടെ അഭിപ്രായമൊന്നും ഈ ഒരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ എല്ലാ ഷോർട്സിലും പറയാറുള്ളത് പോലെ ഈ ഒരു 2 ഐറ്റം പോരാ കേട്ടോ. അപ്പം നമുക്കിതിൽ ബട്ടർ വേണം. അപ്പോൾ ബട്ടറിൽ ആദ്യം നമ്മൾ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പാലൊഴിച്ച് കൊടുക്കാനായിട്ട്. പാലിൽ പഞ്ചസാര കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ പാലൊഴിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറമേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ചിലർക്ക് പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ തേൻ ഒഴിക്കാം, മിൽക്ക് മെയ്ഡ് ഒഴിക്കാം, അതൊക്കെ നമ്മളുടെ ചോയ്സാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പാലിൻ്റെ ആ ഒരു ഫ്രൈ ആവുന്ന ടേസ്റ്റ് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പാൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാലൊഴിച്ച് കൊടുത്ത് അത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് 2 ബ്രെഡാണ് വെച്ചിരിക്കുന്നത് ഞാൻ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഐറ്റം ഈ കാണുന്നത് പോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ടില്ല, നോർമൽ ഫ്രൈയിലാണ്. അപ്പോൾ ഇനി ഞാൻ ഇവർക്കൊന്ന് കൊണ്ടുപോയി കൊടുത്ത് നോക്കട്ടെ. എല്ലാവർക്കും എന്താണ് പറയാനുള്ളതെന്ന് ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് നമുക്ക് കേൾക്കാം. ബാലുസ് ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത്. ബാലുസിന് പിന്നെ ഇങ്ങനെയുള്ള ഐറ്റം എന്ത് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവന് ഭയങ്കര സന്തോഷമാണ്, ഇഷ്ടമാണ്. അപ്പോൾ അവന് അത് മുറിച്ചെടുത്ത് ഇച്ചിരി ചൂടുണ്ട്. അതുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞൊന്ന് റെഡിയാക്കി കൊടുക്കാൻ. അവൻ എന്താ പറയണേന്ന് നോക്കാം. ഇഷ്ടമാണെന്നേ പറയുള്ളൂ. ഇഷ്ടപ്പെട്ടാ? നീ പൊന്നു ചേച്ചി കൊടുക്കും. പൊന്നു ചേച്ചി കഴിച്ച് നോക്കട്ടെ. നോക്ക്. ശരിക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല. തരാം, എടുത്ത് കുടിച്ചോ. വീഡിയോസ് ഷോർട്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ടി വിയിൽ നോക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് പറയും, അമ്മ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി തരുമോ, നല്ല രസമുണ്ടല്ലോ അമ്മ എന്നൊക്കെ പറയണ ആളാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത്, വെള്ളം കുടിക്കാനായിട്ട് ഓടി, പറ്റുന്നില്ല പറഞ്ഞു. ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടു കേട്ടോ. വായിൽ വെച്ചാൽ ഇങ്ങനെ അലിഞ്ഞു പോകും. നമുക്ക് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ ഉണ്ടാക്കി കൊടുക്കാം, അവർക്ക് ഭയങ്കരമായിട്ടും അത് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് കയ്യിലുള്ള 2 ഇൻഗ്രീഡിയൻസ് മാത്രം പോരാ, ബട്ടറും കൂടെ വേണം. എങ്കിലുണ്ട് ആ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നാളെ മറ്റൊരു ഐറ്റമായിട്ട് കാണുന്നവരേക്കും ബൈ.